നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവലറ്റിൻ്റെ തവേര വാഹനം യൂസ് ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. പലരും യൂസ് ചെയ്യുന്ന മഡ്ഫ്ലാപ്പ് എന്ന് പറയുന്ന ഈ കാണുന്ന ഫൈബർ ടൈപ്പായിരിക്കും. കാലക്രമേണ നമ്മുടെ വാഹനത്തിൻ്റെ മഡ്ഫ്ലാപ്പ് പൊട്ടുവാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഹമ്പ് ചാടുന്ന സമയത്തോ. അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ടോർഷൻ ബോൾട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ടോർഷൻ ബോൾട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടയർ കയറിയാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് വീൽ ആർച്ചിൻ്റെ ആ ഒരു മട്ടം കയറിയാണ് നിൽക്കുന്നതെങ്കിൽ ചിലപ്പം ഈ ബോഡി താഴ്ന്നിട്ടായിരിക്കും നിൽക്കുന്നത്. ബോഡി താഴ്ന്നിട്ട് നിൽക്കുമ്പോൾ ഏതെങ്കിലും സ്പീഡ് ബ്രേക്കറോ ഹമ്പോ ചാടുന്ന സമയത്ത് ഈ ഫൈബർ ടൈപ്പ് മഡ്ഫ്ലാപ്പ് പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. തട്ടിയിട്ട് അടി സൈഡ് തട്ടിയിട്ട് പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ പലരും റബ്ബർ ടൈപ്പ് മഡ്ഫ്ലാപ്പായിരിക്കും വയ്ക്കുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ റബ്ബർ ടൈപ്പ് മഡ്ഫ്ലാപ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈമിൽ പറ്റുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത്, അത് വാഹനം വാട്ടർ സർവീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചൂട് കൊണ്ടോ ഇതിൻ്റെ ഈ ടയറിൻ്റെ ഇടയിലോട്ട് ചുരുണ്ട് കയറി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുമല്ല, അതിൽ പറ്റുന്ന വേറൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഈ വാഹനം ഓടുന്ന സമയത്ത് ഒരു നോയ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ മഡ്ഫ്ലാപ്പ്, റബ്ബർ ടൈപ്പ് മഡ്ഫ്ലാപ്പ് ഉള്ളിലേക്ക് ടയറിൻ്റെ ഇടയിലേക്ക് കയറിയിട്ട് ഒരു നോയ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് പുറകിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പുറകിലത്തെ മഡ്ഫ്ലാപ്പ് ഇതിപ്പം ഫൈബർ ടൈപ്പാണ്. റബ്ബർ ടൈപ്പ് മഡ്ഫ്ലാപ്പ് വയ്ക്കുന്ന സമയത്ത് ഇത്രയും ഇറക്കം കാണത്തില്ല. മഡ്ഫ്ലാപ്പിന് ഇത്രയും ഇറക്കം കാണത്തില്ല. അത് കുറച്ച് കയറിയിട്ടായിരിക്കും നിൽക്കുന്നത്. അതുമല്ല, വാഹനം ഓടുന്ന സമയത്ത് ഈ ബോഡി ഭാഗങ്ങളെല്ലാം ഇതുപോലെ ചെളിയും ഈ കീലും ഒക്കെ അടിച്ചിട്ട് ഈ ഡിക്കിയുടെ ഭാഗം, അത് ഈ കാണുന്ന ഡിക്കിയുടെ ഭാഗങ്ങളെല്ലാം പെട്ടെന്ന് ഈ അഴുക്ക് കയറിയിട്ട് വൃത്തികേടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കൂടുതൽ ഈ ഗ്ലാസിൻ്റെ സൈഡൊക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ റബ്ബർ ടൈപ്പ് മഡ്ഫ്ലാപ്പ് യൂസ് ചെയ്യുന്ന വാഹനങ്ങളിലെല്ലാം ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുമല്ല, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എപ്പോഴും നമ്മുടെ വാഹനത്തിൽ ഫൈബർ ടൈപ്പ് മഡ്ഫ്ലാപ്പാണ് നല്ലത്. പക്ഷേ പലരും യൂസ് ചെയ്യുന്നത് റബ്ബർ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം റബ്ബർ ടൈപ്പ് മാർക്കറ്റിൽ കിട്ടുവാനായിട്ടുള്ളൂ. അപ്പോൾ റബ്ബർ ടൈപ്പ് മഡ്ഫ്ലാപ്പ് യൂസ് ചെയ്യുന്നവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ വാഹനത്തിൽ റബ്ബർ ടൈപ്പ് മഡ്ഫ്ലാപ്പ് വയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഈ അകർത്തി വേണം വയ്ക്കുവാനായിട്ട്. ഫൈബർ ടൈപ്പ് കിട്ടുവാനായിട്ടില്ല. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ടവേര യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഫൈബർ ടൈപ്പ് മഡ്ഫ്ലാപ്പ് ഏത് സ്ഥലത്ത് കിട്ടുമെന്നൊന്ന് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ കോൺടാക്റ്റ് നമ്പർ വയ്ക്ക് ചെയ്യണം. പലർക്കും ഇത് കിട്ടുവാനായിട്ടില്ല. ഈ ഫൈബർ ടൈപ്പ് മഡ്ഫ്ലാപ്പ് കിട്ടുവാനായിട്ടില്ല. റബ്ബർ ടൈപ്പ് മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ റബ്ബർ ടൈപ്പ് മഡ്ഫ്ലാപ്പിന് ഒരു പോരായ്മ ഉള്ളത്, വാട്ടർ സർവീസൊക്കെ ചെയ്യുന്ന സമയത്ത് കാരവും ഡീസലും ഒക്കെ അടിക്കുന്ന സമയത്ത് കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിലോട്ട് ചുരുങ്ങിപ്പോവും. ഇത്രയും ഗ്യാപ്പ് വരത്തില്ല. അപ്പോൾ ഈ ചുരുങ്ങുന്ന സമയത്ത് വാഹനം ഓടുമ്പോഴും റിവേഴ്സ് എടുക്കുന്ന സമയത്തുമൊക്കെ ഇതിൻ്റെ ഇടയിലോട്ട് ഈ ഫ്ലാപ്പ് നെരുങ്ങിയിട്ട് സൗണ്ട് വരും. അതൊരു അസ്വസ്ഥതയാണ്. വാഹനത്തിലിരിക്കുന്നവർക്കാണെങ്കിലും ശരി തന്നെ, വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കാണെങ്കിലും ശരി തന്നെ, പുറത്ത് നിൽക്കുന്നവർക്കാണെങ്കിലും ശരി തന്നെ, ഇങ്ങനൊരു അസ്വസ്ഥത വരും ഈ സൗണ്ട് കേൾക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഈ വാഹനത്തിൻ്റെ ഫൈബർ ടൈപ്പ് മഡ്ഫ്ലാപ്പ്, അത് മുന്നിലത്തെയും പിന്നിലത്തെയും മഡ്ഫ്ലാപ്പ് ഏതെങ്കിലും സ്ഥലത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് നമ്മുടെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള തവേര യൂസ് ചെയ്യുന്ന മെമ്പേഴ്സിനും പിന്നെ ഓണേഴ്സിനും എല്ലാം അതിൻ്റെ ഒരു ഉപകാരം ഉണ്ടാവും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഗൂഡല്ലൂരുള്ള നിയാസ് എന്ന് പറയുന്ന ചേട്ടൻ ഇതുപോലെ ചോദിച്ചിരുന്നു, ഇതിൻ്റെ മഡ്ഫ്ലാപ്പ് കിട്ടുവാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ പ്രധാനമായിട്ടും ചെയ്തത്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ നിങ്ങൾക്കും നാളെ ഇതേപോലെ ഒരു ആവശ്യം വന്നിരിക്കാം. അപ്പോൾ ആ സമയത്ത് കിടന്ന് ഓടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സ്ഥലവും അവിടുത്തെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള തവേര യൂസ് ചെയ്യുന്ന മെമ്പേഴ്സിനും അതൊരു ഉപകാരമാവും.